കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, നോഹയുടെ ദിവസങ്ങളിൽ സംഭവിച്ചത് എങ്ങനെയോ അങ്ങനെയായിരിക്കും മനുഷ്യപുത്രന്റെ ദിവസങ്ങളിലും. നോഹ പെട്ടകത്തിൽ പ്രവേശിക്കുകയും ജലപ്രളയം വന്ന് സകലത് നശിപ്പിക്കുകയും ചെയ്യുന്നതുവരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തു കൊടുത്തും കഴിഞ്ഞിരുന്നു. ലോത്തിന്റെ നാളുകളിലും അങ്ങനെ തന്നെയായിരുന്നു. അവർ തിന്നുകയും കുടിക്കുകയും വാങ്ങുകയും വിൽക്കുകയും നടുകയും വീട് പണിയുകയും ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ലോത്ത് സൊദോമിൽ നിന്ന് ഓടിപ്പോയ ദിവസം സ്വർഗത്തിൽ നിന്ന് തീയും ഗന്ധകവും പെയ്ത് അവരെയെല്ലാം നശിപ്പിച്ചു. ഇപ്രകാരം തന്നെയായിരിക്കും മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസത്തിൽ. ആ ദിവസം പുരമുകളിലായിരിക്കുന്നവൻ വീട്ടിനകത്തുള്ള തൻ്റെ സാധനങ്ങൾ എടുക്കാൻ താഴേക്ക് ഇറങ്ങിപ്പോകരുത്. അതുപോലെ തന്നെ വയലിലായിരിക്കുന്നവനും പിന്നിലുള്ളവരിലേക്ക് തിരിയരുത്. ലോത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് ഓർമ്മിക്കുക. തൻ്റെ ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും, എന്നാൽ തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് നിലനിർത്തും. ഞാൻ നിങ്ങളോട് പറയുന്നു, അന്ന് രാത്രി ഒരു കട്ടിലിൽ 2 പേർ ഉണ്ടായിരിക്കും. ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ അവശേഷിക്കും. 2 സ്ത്രീകൾ ഒരുമിച്ച് ധാന്യം പൊടിച്ചുകൊണ്ടിരിക്കും. ഒരുവൾ എടുക്കപ്പെടും, മറ്റവൾ അവശേഷിക്കും. കർത്താവ് എവിടേക്ക് എന്ന് അവർ ചോദിച്ചു. അവൻ പറഞ്ഞു, ശവം എവിടെയോ അവിടെ കഴുകന്മാർ വന്നുകൂടും. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോമിശിഹായിലേറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്ന് തിരുസഭയില് മഹാനായ വിശുദ്ധ ആൽബർട്ടിന്റെ തിരുനാള് ആഘോഷിക്കുകയാണ്. ഈ ഒരു വിശുദ്ധന്റെ ഒരു വലിയ പ്രത്യേക ജർമ്മൻ പണ്ഡിതനായ ഒരു വിശുദ്ധനാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തില് എല്ലാവരിലും വ്യത്യസ്തരായ ഒരു വലിയ പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വിശുദ്ധൻ. എല്ലാ കാര്യങ്ങളിലും വലിയ പാണ്ഡിത്യമായിരുന്നു. തത്വശാസ്ത്രത്തിലും ദൈവശാസ്ത്രത്തിലും അതുപോലെ തന്നെ മറ്റു ശാസ്ത്രങ്ങളിലൊക്കെ വലിയ പാണ്ഡിത്യമുണ്ടായിരുന്ന അദ്ദേഹം ഒത്തിരിയേറെ പുസ്തകങ്ങളൊക്കെ എഴുതുകയും ഒത്തിരിയേറെ ആളുകളെ യഥാർത്ഥ അറിവിലേക്ക് കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കുകയൊക്കെ ചെയ്തു. അതിനേക്കാളും ഉപരി ഭൗതിക ജ്ഞാനവും ദൈവിക ജ്ഞാനവും സമന്വയിപ്പിക്കുവാനായിട്ട് ഒത്തിരിയേറെ പരിശ്രമിച്ച ഒരു വ്യക്തിയാണ് വിശുദ്ധ ആൽബർട്ട്. ഇത്രമാത്രം അറിവും ജ്ഞാനവും ഒക്കെ ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം ഒരു ഡൊമിനിക്കൻ സഭയിലെ അംഗമായിരുന്നു. കറതീർന്ന ഒരു സന്യാസിയായിട്ട് ജീവിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഒരു വലിയ സാക്ഷ്യമായിട്ടാണ് മാറിയത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ഒരു വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കാവുന്നത് യഥാർത്ഥ അറിവ്, നമ്മുടെ ഭൗതികമായ അറിവിനെ ദൈവികമായ ജ്ഞാനവുമായിട്ട് സമന്വയിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ വിശുദ്ധൻ്റെ നാമധേയം പേറുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുകയും ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥം അവരുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിൽ നിറയുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ വായിച്ചിരിക്കേണ്ട സുവിശേഷ ഭാഗത്ത് ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ കൃത്യമായിട്ടും കാണുന്ന ഈശോയുടെ 2ാമത്തെ ആഗമനത്തെക്കുറിച്ച് ഈശോ പഠിപ്പിക്കുകയാണ്. അതായത് മനുഷ്യപുത്രൻ വീണ്ടും വരും എന്നുള്ളൊരു കാര്യം അതൊരു വലിയ യാഥാർത്ഥ്യമാണ് എന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. നമ്മുടെ വിശ്വാസം ഏറ്റുപറയുന്ന പ്രാർത്ഥിക്കുന്നതിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യമാണ്, അവൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ഒരു വലിയ വിശ്വാസ സത്യമാണ് അവൻ വീണ്ടും വരുമെന്നുള്ളത്. അപ്പോൾ ഈ ഒരു വലിയ യാഥാർത്ഥ്യം തിരിച്ചറിയുവാനും അതിനുവേണ്ടി എപ്രകാരം നമ്മൾ ഓരോരുത്തരും ഒരുങ്ങണം എന്നുള്ള കാര്യമാണ് ഈശോ പഠിപ്പിക്കുന്നത്. അത് എപ്പോൾ സംഭവിക്കും, എങ്ങനെ സംഭവിക്കും എന്നുള്ള കാര്യം ഈശോ പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ ഈശോ പറഞ്ഞിരിക്കുന്നത് അവൻ വീണ്ടും വരും. ആ സമയത്ത് മനുഷ്യപുത്രനെ സ്വീകരിക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങിയിരിക്കണം. എപ്രകാരം ഒരുങ്ങിയിരിക്കണം എന്നുള്ളൊരു വലിയ തത്വമാണ് സുവിശേഷത്തിൽ നമ്മൾ കാണുക. അനുസരിക്കുന്നവന് മാത്രമേ വിശ്വസിക്കാൻ പറ്റൂ, വിശ്വസിക്കുന്നവന് മാത്രമേ അനുസരിക്കാൻ പറ്റത്തുള്ളൂ. ഈ ഒരു വലിയ തത്വമാണ് നമ്മൾ സുവിശേഷത്തിൽ കാണുക. പഴയ നിയമത്തിലെ ചില പ്രതീകങ്ങളെ എടുത്തു വെച്ചുകൊണ്ടാണ് ഈശോ ഈ ഒരു തത്വം തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ അടുത്ത് പറഞ്ഞു വയ്ക്കുക. പഴയ നിയമത്തിൽ അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആ ഒരു വലിയ ദൈവത്തിൻ്റെ വലിയ കൽപ്പനകളോട് ചേർന്ന് ജീവിച്ച വ്യക്തിയാണ്. ആഴമായ വിശ്വാസത്തോടെ ദൈവത്തെ സമീപിക്കുകയും ദൈവത്തോട് അത്രമാത്രം അനുസരണയോടെ പെരുമാറിയ
അബ്രാഹത്തെ നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാൻ പറ്റും. എല്ലാ കാര്യങ്ങളും ദൈവം പറഞ്ഞ കാര്യം, ദൈവം എന്താണ്, ദൈവം ആരാണ്, എങ്ങനെയാണ് സംസാരിക്കുന്നത് ഒന്നും അറിയാതിരുന്ന കാലഘട്ടത്തിൽ ദൈവത്തോട് അത്രമാത്രം അടുത്ത് ദൈവം കൽപ്പിച്ച ഓരോ കാര്യങ്ങൾ അനുസരിക്കുവാനും വിശ്വാസത്തിൽ ചേർന്ന് നിൽക്കുവാനും അബ്രാഹത്തിന് സാധിച്ചു. അതുകൊണ്ട് സംഭവിച്ചത് ഒരു ജനതയുടെ മുഴുവനും പിതാവായ അബ്രാഹാം അറിയപ്പെട്ടു. അതുമാത്രമല്ല, ദൈവം നൽകിയ ഒരു വലിയ കൃപയുടെ അനുഭവം എന്ന് പറയുന്നത് ഈ അവൻ ചെല്ലുന്നിടത്തെല്ലാം ഒരു വലിയ അനുഗ്രഹമായിട്ട് മാറും. നീ ഒരു വലിയ അനുഗ്രഹമായിട്ട് മാറും. അതായിരുന്നു വലിയ കൃപയുടെ അനുഭവം അബ്രാഹത്തിന് ലഭിച്ചത്. നോഹയുടെ ജീവിതത്തിൽ അതുപോലെ തന്നെ വലിയ പ്രളയം സംഭവിച്ചു. ദൈവം പറഞ്ഞ വാക്കുകൾ അനുസരിച്ചുകൊണ്ട് ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ദൈവം പറഞ്ഞതുപോലെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ലോത്തിനും അവൻ്റെ കൂടെ ഉണ്ടാകുന്നതിന് അവർക്കും വലിയ കൃപയുടെ അനുഭവം ലഭിച്ചു. അവർക്ക് വലിയ പ്രളയത്തിൽ നിന്ന് അവർക്ക് രക്ഷ പ്രാപിക്കുവാനായിട്ട് സാധിച്ചു. വീണ്ടും നമ്മൾ മോശയുടെ ജീവിതം കാണുന്നു. മോശയുടെ ജീവിതത്തിലും അതുപോലെ തന്നെയാണ്. ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുക്കുമ്പോൾ ആ ദൈവത്തിൽ പൂർണ്ണമായും വിശ്വാസം അർപ്പിക്കുകയും ദൈവം പറയുന്ന ഓരോ കാര്യങ്ങളും അത്രമാത്രം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് അനുസരിച്ച മോശയെ കാണാൻ പറ്റും. അപ്പോൾ അത് ഈ അനുസരണവും ആഴമായ വിശ്വാസവും ചേർന്നെടുത്ത് വലിയ ദൈവീക കൃപയുടെ സാമർഥ്യം അനുഭവിച്ചവരാണ് അവർ. വീണ്ടും ഈ ഒരു അനുസരണവും ഈ ഒരു വിശ്വാസവും നഷ്ടപ്പെട്ടു പോയ സാഹചര്യങ്ങളിൽ അവിടെയൊക്കെ ഈ കൃപ നഷ്ടപ്പെട്ടു പോയ സാഹചര്യങ്ങൾ കാണാൻ പറ്റും. ദൈവം തരുന്ന വലിയ കൃപയുടെ അനുഭവം നഷ്ടപ്പെടുത്തി കളഞ്ഞ ഒത്തിരിയേറെ ആളുകളെയും നമുക്ക് വചനത്തിൽ കാണാൻ പറ്റും. സൊദോം ഗൊമോറയിലെ ജനതകളുടെ വലിയ പ്രത്യേകത ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും ഒക്കെ അനുസരിക്കാതിരിക്കുകയും ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് ആ കൃപയുടെ അനുഭവങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടു പോയി. ലോത്തിൻ്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് തന്നെയാണ്. അനുസരണക്കേടും അതുപോലെ തന്നെ വിശ്വാസമില്ലായ്മയും അവളെ നയിച്ചത് ആ കൃപയുടെ ആ അനുഭവം നഷ്ടമാക്കുന്നതിലേക്കാണ്. വീണ്ടും നമ്മൾ ഇന്ന് ഈ ഒരു വചനഭാഗം ധ്യാനിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ ധാരാളമായി നമ്മുടെ ജീവിതത്തിൽ നിറയുന്നതും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ആ ഒരു വലിയ കൃപയിലും സ്നേഹത്തിലും ഒക്കെ നമ്മൾ ചേർന്നിരിക്കുന്നത് അനുസരണത്തിലും വിശ്വാസത്തിലും ദൈവത്തോട് ചേർന്നിരിക്കാൻ തുടങ്ങുമ്പോഴാണ്. അതുകൊണ്ടാണ് 119 സങ്കീർത്തനം പറഞ്ഞു വയ്ക്കുന്നത്, കർത്താവിൻ്റെ നിയമങ്ങൾ അനുസരിക്കുന്നവനും അവിടുത്തെ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവനും ഭാഗ്യവാൻ. കർത്താവിൻ്റെ നിയമങ്ങൾ അനുസരിക്കുന്നവനും അതുപോലെ തന്നെ അവിടുത്തെ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവനും ഭാഗ്യവാൻ. അപ്പോൾ അതാണ് ദൈവവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം. ഇന്ന് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രമാണങ്ങളും ചട്ടങ്ങളും ഒക്കെ നമ്മുടെ ജീവിത നിയമങ്ങളായിട്ട് മാറുന്നതിന് പകരമായിട്ട് അതൊക്കെ നമ്മൾ ഭൗതികമായ അല്ലെങ്കിൽ പുറമേയുള്ള ഒരു അറിവ് മാത്രമായിട്ട് പലപ്പോഴും മാറിപ്പോവുകയാണ്. വചനമൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്, അത് പലപ്പോഴും അത് ഹൃദയത്തിലേക്ക് ആഴപ്പെടുന്നുണ്ടോ എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ ഒരു സവിശേഷത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം അത് കേൾക്കുക മാത്രമല്ല, മറിച്ച് അത് ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് അതിന് പൂർണ്ണമായി കീഴ്വഴങ്ങി ജീവിച്ച വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. അവിടെ വിശ്വാസം ഉണ്ടായിരുന്നു, അനുസരണം ഉണ്ടായിരുന്നു. ഇത് രണ്ടും ഒരുമിച്ച് സമന്വയിപ്പിച്ച വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. അസുപിതാവിൻ്റെ ജീവിതത്തിലും ഇത് തന്നെയാണ്. അനുസരണവും വിശ്വാസം ഇത് രണ്ടും ശക്തമായി ഒരുമിച്ചുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ കൃപയുടെ അനുഭവത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും നയിക്കപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിലും ഈ ഒരു അനുസരണം ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും നമ്മുടെ ജീവിതത്തിൽ അനുസരിക്കുവാനും ദൈവത്തോട് ആഴമായ ഒരു വിശ്വാസത്തിൽ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ്. ഒന്നാമത്തെ വായനയിൽ യോഹന്നാൻ ശ്ലീഹ പറഞ്ഞു വയ്ക്കുന്ന കാര്യം ഇതാണ്: നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ഈ ഒരു സ്നേഹത്തിൽ നിങ്ങൾ വഞ്ചിതനാകാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പല ടൈപ്പ് ആളുകൾ നിങ്ങൾ കാണാൻ പറ്റും. പക്ഷേ അവിടെയൊക്കെ ഇതാണ് യഥാർത്ഥ സ്നേഹം, അതാണ് യഥാർത്ഥ സ്നേഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളെ വഴിതെറ്റിക്കാനായിട്ട് പരിശ്രമിക്കുന്ന ഒത്തിരിയേറെ ആളുകളാണ്. പക്ഷേ നിങ്ങൾ വഞ്ചിതരാകാതെ യഥാർത്ഥ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിങ്ങൾ ജീവിക്കണം എന്നുള്ള കാര്യം യോഹന്നാൻ ശ്ലീഹ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പരിശുദ്ധ കുർബാനയിൽ നമുക്കും പ്രാർത്ഥിക്കാം. ദൈവം നൽകിയ ഓരോ കൽപ്പനകളും അതിൻ്റെ മൂല്യങ്ങളും എല്ലാം മനസ്സിലാക്കി ആഴമായ വിശ്വാസത്തോടെ ദൈവത്തെ സമീപിക്കുവാനും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന കൃപയുടെ വലിയ അനുഭവം അത് സ്വന്തമാക്കുവാനുമായിട്ടുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും നിയോഗങ്ങളെയും എല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.